കിങ് ഓഫ് കോത്ത അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ ദുൽഖർ മാസ് റോളിൽ എത്തിയ പടമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പക്ക DQ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഒരു ഗാങ്സ്റ്റർ മൂവി, ഒരിക്കലും ഒരു ഫാമിലി ഓറിയന്റഡ് ചിത്രമല്ല. ഇനി ചിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഹൈപ്പും പ്രമോഷനും ഒക്കെ കണ്ടപ്പോഴേ വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്നു. അപ്പോൾ വളച്ചുകെട്ടലുകളില്ലാതെ സിമ്പിളായി പറയാം, KGF പോലുള്ള സിനിമകൾ കണ്ടു നിൽക്കുമ്പോൾ എന്തിന് അടുത്തിറങ്ങിയ ജയിലർ തിയേറ്ററുകൾ തകർത്തു വാരുമ്പോൾ കിങ് ഓഫ് കോത്തയുടെ ഹൈപ്പും പ്രമോഷനും കണ്ട് നല്ലൊരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചു തന്നെയാണ് പടത്തിന് കയറിയത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. നല്ലൊരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചു എന്നതിൽ നല്ലൊരു എന്നത് മാറ്റി ഒരു ആക്ഷൻ പടം, അത്രയേ പറയാൻ സാധിക്കൂ. 3 മണിക്കൂർ വച്ചു നീട്ടിയ ഒരു ചിത്രം. സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗ് അടുപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും തീർത്തും മോശമെന്ന് പറയാനും ഒക്കില്ല. DQ തനിക്ക് കൊടുത്ത റോൾ ഭംഗിയായി നിർവഹിച്ചു. പുതിയ സംഭവങ്ങൾ ഒന്നുമില്ലെങ്കിലും ആ ഗാംഭീര്യമുള്ള ശബ്ദം തിയേറ്റർ മുഴങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഷമ്മി തിലകൻ, ഗോകുൽ സുരേഷ്, നൈല ഉഷ മുതലായവരൊക്കെ തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി അഭിനയിച്ചു. എന്നാൽ റോളുകൾ മാത്രം ഭംഗിയാക്കിയാൽ പോരല്ലോ, നല്ലൊരു ബേസ് സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു സിനിമ വിജയിക്കുകയുള്ളൂ. പ്രേക്ഷകരെ എൻഗേജ്ഡ് ആക്കി പിടിച്ചിരുത്താൻ തക്ക ഒരു സ്റ്റോറി ലൈൻ ഉള്ളതായി തോന്നിയില്ല. ഒരു ആവറേജ്, അത്രയേ പറയാൻ സാധിക്കൂ. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചിരിക്കുന്നവർ ക്ലാസ് ആയി ചെയ്തു. BGM പൊളിയായി വർക്കൗട്ടായി. അതുപോലെ തന്നെ പിന്നണിയിലെ ഓരോ കാര്യങ്ങളും എടുത്തു നിന്നു. എന്നാൽ സംവിധാനത്തിലും സിനിമയുടെ മൊത്തത്തിലുള്ള ആവിഷ്കരണത്തിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഒരു പക്ക DQ കൊമേഴ്ഷ്യൽ പടം എന്നു മാത്രമേ പറയാൻ സാധിക്കൂ. DQ ആരാധകർക്ക് ഒന്ന് കേറി കാണാൻ പറ്റിയ പടം. അതിലപ്പുറം ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ഹൈപ്പൊക്കെ ഈ സിനിമയ്ക്കുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പേഴ്സണലായിട്ട് ഇല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. സാധാരണ കണ്ടു പരിചിതമായ ഒരു കഥ 1980 കാലഘട്ടങ്ങൾ ആവിഷ്കരിച്ച് കുറച്ച് മാസും ഹൈപ്പും തള്ളിക്കയറ്റി ദുൽഖറിന്റെ സ്റ്റാർഡം വെച്ച് ഓടിക്കാൻ ഇറക്കിയ ഒരു ചിത്രം. അതിനുമേലെ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ടോ എന്നത് സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. മോശമായാലും നല്ലതാണെങ്കിലും സിനിമ കണ്ട ഒരാൾക്ക് തങ്ങളുടെ അഭിപ്രായം പറയാമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ഇത്രയും പറഞ്ഞത്. കൂടുതൽ ചിത്രത്തെ പറ്റി പറഞ്ഞ് സ്പോയിലർ ആകുന്നില്ല. സിനിമ തിയേറ്ററിൽ കണ്ട് അഭിപ്രായം പറയുക. കൂടുതൽ സിനിമ റിവ്യൂകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.